പ്രത്യേകിച്ച് ഇപ്പോ പ്രൈവറ്റ് കമ്പനികളൊക്കെ കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്ന ഒന്ന് കുട്ടികളുടെ പോളിസി പെൻഷൻ ആണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോ ചോദ്യത്തിലാണ്, LIC പെൻഷൻ പ്ലാൻ ചെയ്തു വെക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാം, നമ്മുടെ കമ്പനി ഇറക്കുന്ന ഭൂരിഭാഗം പോളിസികളും പെൻഷനുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിനൊരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വിദേശ കമ്പനികളൊക്കെ ധാരാളമായിട്ട് ഇന്ത്യയിലേക്ക് പുതിയ ലൈസൻസിന് വരുന്നത് ഇവിടെ ഏകദേശം 11% ആളുകൾക്ക് മാത്രമാണ് പ്രോപ്പർ പെൻഷൻ നൽകുന്ന പറയുന്നത്. ബാക്കി ഒരു 89% ഓഫ് ദ പീപ്പിൾ പെൻഷന്റെ പുറത്താണ് നിൽക്കുന്നത്. അപ്പൊ അതിനൊരു പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്കാരെ സംബന്ധിച്ച് അവര് സാധാരണ നമ്മളിപ്പോ മലയാളികളായിക്കോട്ടെ, പ്രത്യേകിച്ച് മലയാളികളെ ബിസിനസ്സുകാരുടെ ഇടയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ എൻട്രിയെ കുറിച്ചാണ് ആലോചിക്കുക. ജീവിതത്തിൽ ഒരു എക്സിറ്റിനെ കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. കാരണം നമുക്ക് പുതിയ ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ വീട് വെക്കണം, പുതിയ കാർ വേണം, എപ്പോഴും ജീവിതത്തിൽ പുതിയ പുതിയ എൻട്രികളെ കുറിച്ച് ആളുകൾ ആലോചിക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയാറില്ലേ, ഉണരുന്നതിന് അലാറം വെക്കുന്നതിന് മുമ്പ് നമ്മൾ വെക്കേണ്ട അലാറം ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാലത്ത്, അല്ലെ? നമ്മൾ സാധാരണ ഉണരുന്നതിന് അലാറം വെക്കുക, പക്ഷെ ഉറങ്ങാൻ വേണ്ടി അലാറം വെക്കുന്ന ആളുകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് സക്സസ് ആവുന്നത്. കാരണം നമ്മുടെ കയ്യിലുള്ള ആ ഡിവൈസ് നമ്മളെ എത്രത്തോളം ഉറക്കം നീട്ടിക്കൊണ്ടു പോകുന്നത് നമുക്ക് അറിയുന്നത് പോലെ തന്നെ എൻട്രിയേക്കാൾ ഉപരി ആളുകൾ ഇന്ന് എക്സിറ്റിനെ കുറിച്ച് ആലോചിക്കണം. അപ്പോ നോക്കൂ, മറ്റുള്ള പോളിസികളിലൊക്കെ മെച്യൂരിറ്റി കൊടുക്കാൻ ഒരു ടേം ഉണ്ടാവും. അപ്പൊ 6 വർഷത്തെ പ്ലാന് 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെച്യൂരിറ്റി കൊടുക്കാം. പക്ഷെ ഇന്ന് ലൈഫ് എക്സ്പെക്ടൻസി കൂടിയിരിക്കാം. അപ്പൊ ഒരു പെൻഷൻ പ്ലാൻ ചേർത്തി കഴിഞ്ഞാൽ എത്ര കാലം ആളുകൾക്ക് പെൻഷൻ കൊടുക്കണമെന്ന് നമ്മുടെ കമ്പനിക്ക് അറിയില്ല. എത്ര കാലം ജീവിച്ചിരിക്കുന്നു അതുവരെ കൊടുക്കണം. നമ്മുടെ ഉത്സവം ആയിക്കോട്ടെ, ഉമ്മങ് ആയിക്കോട്ടെ, നമ്മുടെ അക്ഷയ ആയിക്കോട്ടെ, ശാന്തി ആയിക്കോട്ടെ, സരൽ പെൻഷൻ ആയിക്കോട്ടെ, ഒരു ആൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നോ അതുവരെ കൊടുക്കണം. അങ്ങനെ എത്ര കാലം ജീവിച്ചിരിക്കുന്നോ അതുവരെ പെൻഷൻ തരാമെന്ന് പറയുന്ന, അതിന് ചങ്കൂറ്റമുള്ള ഒരേ ഒരു കമ്പനി ഇന്ന് ഇന്ത്യയിൽ LIC ഓഫ് ഇന്ത്യ ആണ്. കാരണം അത് എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ഒരു കമ്പനി അങ്ങനെ ജീവിതകാലം മുഴുവൻ പെൻഷൻ തരാമെന്ന് പറയണമെങ്കിൽ അത് ആ കമ്പനിയുടെ ലൈഫ് ഫണ്ടിനെ ഡിപ്പെൻഡ് ചെയ്താ കിടക്കുന്നത്. അപ്പൊ LIC ഓഫ് ഇന്ത്യയുടെ ലൈഫ് ഫണ്ട് എത്രയെന്ന് അറിയാലോ. അതിന് തൊട്ട് താഴെ നിൽക്കുന്ന കമ്പനിക്ക് ഇപ്പൊ മറ്റു പല കമ്പനികളുടെ സ്കീം 80 വയസ്സ് വരെ അങ്ങനെയൊക്കെയാണല്ലേ. ഇപ്പൊ പെൻഷൻ പ്ലാനിൽ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, നമ്മളുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നോ അതുവരെ പെൻഷൻ തരാൻ കഴിയുന്ന ഒരു കമ്പനിയിലായിരിക്കാം ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാനുകൾ, ഉത്സവമൊക്കെ നമുക്കറിയാം 10% സമ്മേഷോറിന് കൊടുക്കുന്നുണ്ട്, 5.5% നമുക്ക് ഡെഫർ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ധാരാളം ഓപ്ഷൻസ് ഉള്ള ഒരു കമ്പനി ഇന്ത്യയിൽ LIC മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് LICയിൽ പെൻഷൻ പ്ലാൻ ചെയ്യണം എന്ന് നമ്മൾ ആളുകളോട് പറയേണ്ട ഒരു ആവശ്യകത ഇന്നത്തെ കാലത്തല്ലേ. സോ താങ്ക് യു.